മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ശ്രീനന്ദയുടെ മരണം കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും ശ്രീനന്ദയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രീനന്ദ പഠിക്കാൻ മിടുക്കിയാണെന്ന് വിങ്ങലോടെ ബന്ധുക്കൾ പറഞ്ഞു. ശാസ്ത്രമേളകളിൽ സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനി. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൾ. അതീവ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പം കർണാടകയിലെ ചിക്കമംഗളൂരിലെത്തുമ്പോൾ ശ്രീനന്ദ അറിഞ്ഞിരുന്നില്ല താനിനി ജീവനോടെ തിരികെ വീട്ടിലേക്ക് എത്തില്ലെന്ന്. കുടുംബാംഗങ്ങൾക്കൊപ്പം അവസാനമായി സെൽഫിയും റീലും ചിത്രീകരിച്ചു. പിന്നീട് പൊടുന്നനെ കാണാതായി. 4 ദിവസം കഴിഞ്ഞ് കണ്ടെത്തിയത് ശ്രീനന്ദയുടെ ചേതനയറ്റ ശരീരം. ഏപ്രിൽ 7 വൈകിട്ട് 5:30 ശ്രീനന്ദയെ ചിക്കമംഗളൂരിലെ മാണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്ന് കാണാതാവുന്നത്. മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് ശ്രീനന്ദ പോകാൻ യാതൊരുവിധ സാധ്യത ഇല്ലെന്നും തങ്ങൾ തിരച്ചിൽ നടത്തുമ്പോൾ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ശ്രീനന്ദയുടെ വല്യച്ഛൻ ശശികുമാർ പറഞ്ഞു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മള്ളം മുള്ളിൽ അത്യാവശ്യം ചെരുവുണ്ട്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടെത്തുന്ന ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്. കാണാതാവുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേനെ എന്നും ബന്ധുവായ ഉണ്ണിക്കണ്ണനും പറഞ്ഞു. ദുരൂഹത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടീനെ 5:20 ഞങ്ങളുടെ ഫോട്ടോ വിശ്വസിലൊക്കെ ഈ കുട്ടിയുണ്ട്. 5:20, 25 ശേഷമാണ് ഈ കുട്ടീനെ വേറെ ഒരു ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അമ്മ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ 5:20-നും 5:25-നും ഇടയ്ക്ക് ഇപ്പോൾ ഈ ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങളുടെ ഈ സംഘത്തിൽപ്പെട്ട പലരും ഞാനടക്കം ആ ഭാഗത്തുണ്ട് ഈ സമയത്തിനുള്ളിൽ. ശ്രീനന്ദയുടെ ദുരൂഹ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനും പോലീസിനും പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.